ഈ റമദാൻ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്രഭാഷണ വഴിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മശായിഖന്മാർ അന്ന് നമുക്ക് നോമ്പുകാലത്ത് പ്രത്യേകം പറഞ്ഞു തന്നത് നമുക്ക് ശൈഖുനയുമായി ബന്ധപ്പെട്ട മധുഹുകൾ ഒരുപാട് പറയേണ്ടതുണ്ട്. ഒരുപാട് കറാമത്തുകളും അവരുടെ സ്ഥാനങ്ങളുമൊക്കെ പറഞ്ഞ് അവരുടെ ആ മഹബത്ത് നമുക്ക് വർദ്ധിക്കേണ്ട കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കണം. അത് മാത്രമായിട്ട് നമുക്ക് പോകാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അവര് ഇടപെട്ട് വരികയാണെങ്കിൽ നമുക്കത് തീർക്കുകയും ചെയ്യാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പരസ്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അത് ചെറിയ ഇറക്കല്ല, അതേ ഞങ്ങൾ കണ്ടേറ്റ ശവ്വാലല്ല, അടുത്തിരി വരുന്ന ശവ്വാൽ, അത് 1.5 ഇറക്കുള്ള ശവ്വാല. ഷെയ്ഖുന മടവൂരിനെ നിന്ദിച്ച് ഷെയ്ഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനെ കണ്ടോ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കണ ശവ്വാല വരുന്നത്. ഒരാളെയും വിടൂല. ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കല്ലേ, ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട. അതിന്റെ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. ഒക്കെ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് എപ്പോഴാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ. മദീനി മുല്യാമാരെ ഫിത്രയും ഈ ഫസാദും ഒരുപാട് ഔലിയ. ഈ റമദാൻ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്രഭാഷണ വഴിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മശായിഖന്മാർ അന്ന് നമുക്ക് നോമ്പുകാലത്ത് പ്രത്യേകം പറഞ്ഞു തന്നത് നമുക്ക് ശൈഖുനയുമായി ബന്ധപ്പെട്ട മധുഹുകൾ ഒരുപാട് പറയേണ്ടതുണ്ട്. അത് ചെറിയ ഇറക്കല്ല, അതേ ഞങ്ങൾ കണ്ടേറ്റ ശവ്വാലല്ല, അടുത്തിരി വരുന്ന ശവ്വാൽ, അത് 1.5 ഇറക്കുള്ള ശവ്വാല. ഷെയ്ഖുന മടവൂരിനെ നിന്ദിച്ച് ഷെയ്ഖുനാനെ കുറവാക്കി ഏതെല്ലാം ഭാഗത്തുനിന്ന് ചെറിയ ശബ്ദം ഉണ്ടാക്കി അവനെ കണ്ടോ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കണക്കിന് കൊടുക്കണ ശവ്വാല വരുന്നത്. ഒരുപാട് കറാമത്തുകളും അവരുടെ സ്ഥാനങ്ങളുമൊക്കെ പറഞ്ഞ് അവരുടെ ആ മഹബത്ത് നമുക്ക് വർദ്ധിക്കേണ്ട കാരണങ്ങളിലേക്ക് നമ്മൾ കടക്കണം. അത് മാത്രമായിട്ട് നമുക്ക് പോകാമെന്നൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അവര് ഇടപെട്ട് വരികയാണെങ്കിൽ നമുക്കത് തീർക്കുകയും ചെയ്യാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പരസ്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഒരാളെയും വിടൂല. ചെറിയ ഡോസുള്ള സാധനമൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കല്ലേ, ഇപ്പോഴേക്ക് ബേജാറാകൊന്നും ചെയ്യണ്ട. അതിന്റെ വലിയ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഇറങ്ങാനുണ്ട്. ഒക്കെ ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോന്ന് എപ്പോഴാണ് വേണ്ടിയെന്ന് വെച്ചാൽ അതിന്റെ സമയത്ത് കൈകാര്യം ചെയ്യാൻ. മദീനി മുല്യാമാരെ ഫിത്രയും ഈ ഫസാദും ഒരുപാട് ഔലിയ.